ഈ ഭൂമിയിൽ നിന്നും അവരെ തുടച്ചു നീക്കുക. സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ തന്നെ വധിക്കുമെന്നതിനെതിരെ ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ട്രംപ്. ടെഹ്റാൻ എപ്പോഴെങ്കിലും അമേരിക്കൻ നേതാവിനെ വധിക്കുന്നതിൽ വിജയിച്ചാൽ ഇറാൻ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും. ചൂടേറിയ ഭീഷണി കൈമാറ്റത്തിനിടയിൽ ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ കൊല്ലപ്പെട്ടാൽ വ്യാപകമായ യുദ്ധങ്ങൾ നടത്തുമെന്ന് ഇറാനും അമേരിക്കയും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കും രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കുമിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് കർശനമായ മുന്നറിയിപ്പ് നൽകി. എനിക്ക് വളരെ ശക്തമായ നിർദ്ദേശങ്ങളുണ്ട്. എന്തും സംഭവിച്ചാലും അവരെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കും. ന്യൂസ് നേഷന്റെ കാറ്റി പാവ്ലിച്ച് ടുനൈറ്റ് എന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. ചൊവ്വാഴ്ച ഇറാനിയൻ ഉദ്യോഗസ്ഥർ പ്രസിഡന്റ് ട്രംപിന് കർശനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയെ ലക്ഷ്യമിടുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ നേതൃത്വത്തിൽ ഒരു പരിവർത്തനം വേണമെന്ന ട്രംപിന്റെ സമീപകാല ആഹ്വാനത്തെ തുടർന്നാണിത്. ആയത്തുള്ളയുടെ ഏകദേശം 4 പതിറ്റാണ്ടുകാലത്തെ ഭരണം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഞങ്ങളുടെ നേതാവിന് നേരെ ആക്രമണത്തിന്റെ ഒരു കൈ നീട്ടിയാൽ ഞങ്ങൾ ആ കൈ വെട്ടിക്കളയുക മാത്രമല്ല, അവരുടെ ലോകത്തിന് തീയിടുകയും ചെയ്യുമെന്ന് ട്രംപിന് അറിയാം. ഇറാൻ സായുധ സേനയുടെ വക്താവ് ജനറൽ അബോൾ ഫസൽ ഷെഖാർച്ചി പറഞ്ഞു. ഇറാന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ ചൊല്ലി ഡിസംബർ 28-ന് ആരംഭിച്ച പ്രതിഷേധങ്ങൾക്കെതിരെ അധികാരികൾ അക്രമാസക്തമായ അടിച്ചമർത്തൽ നടത്തിയതിനു ശേഷം US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം ഉയർന്നതാണ്. ട്രംപ് ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരെ 2 ചുവപ്പ് വരകൾ വരച്ചു. സമാധാനപരമായ പ്രതിഷേധക്കാരെ കൊല്ലുന്നതും പ്രകടനങ്ങളെ തുടർന്ന് ടെഹ്റാൻ കൂട്ടവധശിക്ഷകൾ നടത്തുന്നതും തന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇറാനാണെങ്കിൽ ആ രാജ്യത്തെ ഇല്ലാതാക്കാൻ തന്റെ ഉപദേഷ്ടാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് മുൻപ് പറഞ്ഞിരുന്നു. പ്രതിഷേധങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 4519 ആയതായി US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി ചൊവ്വാഴ്ച അറിയിച്ചു. പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് ശനിയാഴ്ച ഖമീനി പറഞ്ഞു. അമേരിക്കയെ കുറ്റപ്പെടുത്തി. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് 26,300-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ ചിലതിൽ നിന്ന് ഇറാൻ ഇപ്പോഴും അക്രമത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. പ്രതിഷേധത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം സ്ഥിരീകരിക്കുന്നതിനായി മനുഷ്യാവകാശ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി 4000-ലധികം മരണങ്ങൾ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ചെയ്തു. ആശയവിനിമയ നിയന്ത്രണങ്ങൾ കാരണം നടപടികളിലെ മരണങ്ങളുടെ സ്ഥിരീകരണം ഗുരുതരമായി തടസ്സപ്പെട്ടതായി നോർവേ ആസ്ഥാനമായുള്ള ഇറാൻ മനുഷ്യാവകാശ സംഘടന പറഞ്ഞു. ലഭ്യമായ വിവരങ്ങൾ കൊല്ലപ്പെട്ട പ്രതിഷേധക്കാരുടെ എണ്ണം മാധ്യമങ്ങളുടെ ഏറ്റവും ഉയർന്ന കണക്കുകളേക്കാൾ കൂടുതലാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതായത് 20,000-ൽ എത്തുന്നു. പതിറ്റാണ്ടുകളായി ജനാധിപത്യ പരിഷ്കാരങ്ങളെ ചെറുത്തുനിന്ന 86-കാരനായ ആയത്തുള്ളയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ കറൻസി ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയ ഡിസംബറിൽ സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്ന് മോചനം ആവശ്യപ്പെട്ട ഇറാനികൾ ബഹുജന പ്രകടനങ്ങൾ നടത്താൻ തുടങ്ങി. നാടുകടത്തപ്പെട്ട സമാധാന നൊബേൽ സമ്മാന ജേതാവ് ഷിരിൻ ഇബാദി ഉൾപ്പെടെ ഇറാനിലെ ആഗോള പ്രവാസികൾ പലരും ടെഹ്റാനിലെ ഭരണ സംവിധാനത്തിനെതിരെ US ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവിനും അദ്ദേഹത്തിന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർമാർക്കുമെതിരെ വളരെ ലക്ഷ്യം വെച്ചുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മിസ് ഇബാദി ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും രാഷ്ട്രങ്ങൾക്കിടയിൽ വളരെ മോശമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഇനിയൊരു യുദ്ധത്തിന് അധികം വൈകാതെ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.